ഹലോ ഫ്രണ്ട്സ്, ഇത് കഴിഞ്ഞ തേഴ്സ്ഡേ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡാണ്. 22,050 പുട്ട് സെല്ലും എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 22,750 കോൾ സെല്ലുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടും ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് 22,900 കോൾ ബൈയും 21,900 പുട്ട് ബൈയും എടുത്തിട്ടുണ്ടായിരുന്നത് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുട്ട് സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നത് 9.75 ആയിരുന്നു. കോൾ സൈഡ് 9 എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 11.5 ഡിഫറൻസ് വരുന്നുണ്ട്. ടോട്ടൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് രണ്ട് സൈഡിലും 350 ഡിഫറൻസ് വരുന്നുണ്ട്. വിക്സ് നല്ലപോലെ കുറഞ്ഞത് കൊണ്ടാണ് ഇത്ര കുറവ് ഡിഫറൻസ് വരുന്നത്. മാർക്കറ്റ് ഇതുവരെ സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം നമുക്ക്. ടോട്ടൽ P&L 5,000 വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നത് ഫിനിഫ്റ്റി എടുത്തതും കൂടിയാണ്. ഫിനിഫ്റ്റി എന്നാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് ആകെ മൂവ് ആയിട്ടുള്ളത് 100 പോയിൻറ്റ്സ് മാത്രമാണ്. നമുക്ക് ഫേവറായിട്ട് വേണം ഇന്ന് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുട്ട് സൈഡ് 5 വരെ പോയതായിരുന്നു. ഇപ്പോൾ മാർക്കറ്റ് തിരിച്ച് കുറച്ച് കയറിയപ്പോഴത്തേക്കും 9 വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. പുട്ട് സൈഡിൻ്റെ പ്രീമിയം 5 ഇപ്പോൾ മാർക്കറ്റ് ഒന്ന് കയറിയപ്പോഴത്തേക്കും അത് 8 ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മാർക്കറ്റ് ക്ലോസ് ആവാൻ പോവുകയാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്, വെനസ്ഡേ. മാർക്കറ്റ് കുറച്ച് ഗ്യാപ്പ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കത് 9 ക്ലോസ് ചെയ്യുമ്പോൾ 9 ഉണ്ടായിരുന്ന പ്രീമിയം ഇപ്പോൾ അത് 2 രൂപയിലേക്ക് മാറി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 2,500 പ്രോഫിറ്റിൽ റൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 3,000 പ്രോഫിറ്റ് എടുക്കുക റൺ ചെയ്ത് കൊടുക്കുകയാണ്. മാർക്കറ്റ് ഇപ്പോൾ ടോട്ടൽ ഒരു 60 പോയിൻറ്റ്സാണ് മൂവ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് തവണ ഒരു ഡയറക്ഷനിൽ മൂവ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് നോക്കാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രേഡ് ക്ലോസ് ചെയ്യേണ്ടി വരും. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് ആ ഗ്യാപ്പ് അപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ ഫേവറേറ്റ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 4,000 അടുത്ത് ഇപ്പോൾ പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോൾസ് ആയിട്ട് അധികം ഹോൾഡ് ചെയ്യാൻ നോക്കുന്നില്ല. അവിടെ SL വെക്കാണ് 9 പോയിൻ്റ്. വെയിറ്റ് ചെയ്ത് നോക്കാം. സഡൻ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അങ്ങനെ മൂവ് വഹിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. 2,550 ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ട്രേഡ് കോൾ സൈഡ് കട്ട് ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡേ ആണ്. വലിയൊരു ഗ്യാപ്പ് അപ്പാണ് നടന്നിട്ടുള്ളത്. അതിനുശേഷം ഡൗൺ ഫോളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, കോൾ സൈഡിൽ ഇപ്പോൾ 200 ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. 600 ലോസ് ആയിട്ടാണ് ഇപ്പോൾ റൺ ചെയ്തുകൊടുക്കുന്നത്. ഇത് 3-ാം ദിവസമാണ് നമ്മളിപ്പോൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നത്. ഇന്ന് എക്സ്പയറി ആണ് നിഫ്റ്റി. HDFC ബാങ്കൊക്കെ ഇന്ന് ഓൾമോസ്റ്റ് 3% എടുക്കുക അപ്ടർനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം ഓൾമോസ്റ്റ് 70 റുപ്പീസിനോളം നിഫ്റ്റിയിൽ വെയിറ്റേജ് ഉണ്ട്. അതിനിടയിൽ പുട്ട് സെല്ല് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കോൾ സൈഡിൽ എൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചും കൂട്ടുന്നുണ്ട്. വീണ്ടും ഒരു എൻട്രിയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. 2,650 ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. 4 രൂപ പ്രീമിയത്തിലുള്ളത്. ടോട്ടൽ ക്വാണ്ടിറ്റി 400. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പുട്ട് സൈഡിലെ ട്രേഡ് ക്ലോസ് ചെയ്യാനുള്ള കാരണം അതിൽ നിന്ന് മാക്സിമം കിട്ടാൻ പോകുന്ന 0.2 ആയിരുന്നു. അതിന് ഹോൾഡ് ചെയ്യുന്നത് അത്ര നല്ല തോന്നുന്നുണ്ട്. മോർണിംഗ് തന്നെ ക്ലോസ് ചെയ്താണ്.
ആ എടുത്ത കോള് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്, അധികം ഹോൾഡ് ചെയ്യുന്നില്ല. 9.3 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ഹിറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഓൾമോസ്റ്റ് 6,000 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ ട്രേഡും ക്ലോസ് ചെയ്യാം. താങ്ക് യു.